ഞാൻ ഈ പണ്ട് ഒരുപാട് സിനിമകൾ റിലീസ് ഡേറ്റിൽ കാണാറുണ്ടായിരുന്നു. റിലീസ് ഡേറ്റിൽ കാണാൻ തുടങ്ങിയ 90കളിലാണ്. ആദ്യം ഞാൻ കണ്ട പടം കിഴക്കുള്ളൻ പക്ഷിയാണ്, തലശ്ശേരി ലോട്ടസ് വെച്ചിട്ട് റിലീസിന്. പിന്നെ കണ്ടത് അഭിമന്യുവായിരുന്നു, തലശ്ശേരി ലിബർട്ടിയിൽ. അന്ന് ഫിലിം പട്ടി വരാൻ വൈകിട്ട് ഭയങ്കര പ്രശ്നവും സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ തലശ്ശേരി അല്ലായിരുന്നു, ഞാൻ കൂത്തുപറമ്പ് നിർമ്മലയിൽ കോളേജിൽ പഠിക്കായിരുന്നു. ആ സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലശ്ശേരി പടങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല പടം ഉണ്ടെങ്കിൽ കാണാൻ പോകും. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു പടം കാണാൻ വേണ്ടി പോയി, ടിക്കറ്റ് ഫുള്ളായി പോയി, അവർ രക്ഷയില്ലാന്ന് വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷയില്ലാണ്ട് ഏതെങ്കിലും മറ്റൊരു പടത്തിൽ കയറിയിട്ട് ഞെട്ടിത്തെച്ച് ചിത്രമുണ്ട്. അങ്ങനെ ഒരു 2-3 പടങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. 1991-92 കണ്ടാണ് ഞാൻ നിർമ്മലയിൽ കോളേജിൽ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അജയ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ അവിടെ തലശ്ശേരി നമ്മളെ ജഗദീഷിൻ്റെ ഒരു അടിപൊളി പടം റിലീസായിട്ട്, അതായത് എൻ്റെ സംവിധാനം ഓർമ്മയില്ല, കലൂർ ടെന്നീസ് രചനയായിരുന്നു, സുരേഷ് ഗോപിയും ജഗദീഷ് ഷെട്ടിയുള്ള ഇഞ്ചക്കാരൻ മത്തായി ആൻഡ് സൺസ് എന്നൊരു പടം, ഇന്നസെൻറ്റ് മെയിൻ കഥാപാത്രം എല്ലാം ചെയ്തിട്ടുള്ളൊരു പടം. നമുക്കത് കാണാൻ പോയാലെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഹിസ്റ്റോറിക്കൽ ക്ലാസ് കട്ടിങ്ങും കഴിഞ്ഞ് കൂത്തുപറമ്പിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വണ്ടി കയറി. പക്ഷേ നമ്മളെ ബസ് സമയത്ത് എത്തിയില്ല, ഒരല്പം ലേറ്റായി. അന്ന് തലശ്ശേരി പ്രഭയിലായിരുന്നു ഈ പടം റിലീസ്. ഇന്ന് ആ പ്രഭ ടാക്സി ഇല്ല. അപ്പോൾ പ്രഭേൻ്റെ കുറച്ച് പുറത്തായിട്ട് ബസ് ഇറങ്ങി നമ്മൾ ഓടി തിയേറ്റർ മുമ്പിലെത്തുന്ന സമയത്ത് മുമ്പിലത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഫുള്ളാണ്, രക്ഷയില്ല, ഹൗസ്ഫുൾ. അന്ന് ജഗദീഷിൻ്റെ പടങ്ങളൊക്കെ ഒടുക്കത്തെ വിലയാണ്. ജഗദീഷ് സിദ്ദിഖ് മറ്റേ ഇവരെ കൂട്ടുകെട്ടുള്ള തമാശ പടങ്ങളില്ലേ, ഭയങ്കര വാല്യൂമാണ് ആ സമയത്ത്. എല്ലാ കുടുംബ പ്രേക്ഷകരുടെ ഓടി വന്നിട്ട് കാണാൻ ഇരിക്കുന്ന പടമാണ് ആ സമയത്ത്. അപ്പം ഈ പടം ഫുള്ളായിപ്പോയി. തലശ്ശേരി വരെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് വന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങോട്ടും. അപ്പോൾ അന്ന് തന്നെ റിലീസ് ഉണ്ടായിരുന്നു ചിത്രവാണിയിൽ മറ്റൊരു പടം, ചിത്രവാണി, അതായത് തലശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ ടൗണിൽ തന്നെ തിയേറ്ററാണ് ചിത്രവാണി. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യും, ഒരു രക്ഷയില്ല, എടാ അത് മുരളി നായകനായിട്ടുള്ള ഒരു പടം, അവാർഡ് ടൈപ്പുള്ള ഒരു പടമാണ്. അപ്പം പറഞ്ഞു എന്തിനാ വെറുതെ പൈസ കളയുന്നത്, എന്തായാലും തലശ്ശേരി വരെ നമ്മൾ കൂത്തുപറമ്പ് വന്നേ, നമുക്കൊന്ന് കാണാം. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പടം സ്റ്റാർട്ട് ചെയ്തായിരുന്നു, തുടങ്ങിയായിരുന്നു. അവിടെ നമ്മൾ നടന്നിട്ട് കോട്ടി നടന്ന അവിടെയാണ്. അന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പൈസ ഒന്നുമില്ല, എല്ലാം തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിലിം കാണേണ്ട ഒരു പൈസയുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഫിലിം കാണണം. അപ്പോൾ അവിടെ ചെന്ന് നോക്കും പടം തുടങ്ങി. നമ്മൾ മെല്ലെ ഇരട്ടത്തെ കൂടി ഉള്ളിലോട്ട് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിച്ചം വന്നിട്ട് നമ്മൾ നോക്കുന്ന ഇത് ബാൽക്കണിയിൽ ഒരാളുമില്ല. ഇവിടെ താഴെ 2 പേര്, അപ്പുറം ഒരാൾ, ഇപ്പം കുറച്ച് ദൂരെ ഒരാൾ, ഒരു 5-6 പേരുണ്ട്, ഒരു കൂടി ഒരു 10 പേരുണ്ടാവും പടത്തിന്. അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ ഇതുപോലത്തെ അവാർഡ് പടത്തിന് ഇതുപോലത്തെ പടങ്ങളിലൊക്കെ കയറി. മുരളി നായകനായിട്ടുള്ള ഒരു പടം, ഒരു അവാർഡ് ടൈപ്പ് മുരളി നായകനായിട്ടുള്ള അന്നത്തെ ആക്ഷൻ പടമില്ലേ, അതിനൊക്കെ കുറച്ച് ക്ലിക്ക് ഉണ്ടായിരുന്നു, ആധാരവും സംഭവമൊക്കെ. പക്ഷേ ഒരു അവാർഡ് ടൈപ്പ് പടത്തിന് എന്തിനാണ് പടത്തിന് കയറിയാൽ ആ സാരം നീ പോയിട്ട് 2 രൂപയ്ക്ക് കടല വാങ്ങി, 2 രൂപയ്ക്കൊക്കെ കടലുണ്ട്, കടലൊക്കെ വാങ്ങി തിയേറ്ററിനുള്ളിൽ പടം കണ്ട് ഇൻട്രോ വരെ കണ്ട് കുഴപ്പമില്ല. ഒരു ആവറേജ് എന്തോ ഒരു ഫിലിം, ഒരു നാടകീയത, ഒരു കുടുംബ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന പടം. ഇൻട്രോയിൽ കുറച്ച് കഴിഞ്ഞു എൻ്റെ പൊന്നെ ഷോക്ക് അടിച്ച പോലെ എന്തൊരു പടമാണ് ഇത്. ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ എഴുന്നേക്കാൻ പറ്റില്ല. ഞാൻ ഇരുന്നിട്ട് ഒരൊറ്റ കരച്ചിലാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട്. ഇങ്ങനെ ഞാൻ ഒരു പടത്തിന് കരഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു തിയേറ്ററിൽ ഇരുന്നിട്ട്. എൻ്റെ കൂട്ടുകാരും അവനക്കറിയാം, നമ്മൾ രണ്ടുപേരും, അതായത് സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ആകെ 10 പേരുള്ള അവർ എഴുന്നേക്കുന്നത് പോലുമില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ഞാനിങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. ആ പടമാണ് 2 ദിവസം കൊണ്ട് ക്ലിക്കായി ഹൗസ്ഫുള്ളായിട്ട് കയറിയ ആകാശത്ത് പടം. ഒട്ടും ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയി കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇന്നും എനിക്ക് ആ പടം ടി വിയിലോ എവിടെയും വന്നു ഞാൻ അയ്യോ പറ്റില്ലേ ദൈവം, എന്തൊരു പടം. അതാണ് ചില പടങ്ങൾ അങ്ങനെയാണ്, ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒന്നും ചിന്തിക്കാതെ ചാടി അങ്ങ് എന്താ പറയുക മനസ്സിനെ കീഴടക്കുക. അതുപോലെ 1-2 പടങ്ങൾ കൂടിയുണ്ട്, അത് പിന്നെ ഞാൻ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, പച്ചക്ക് പറയും വിനായകൻ.